നമസ്കാരം. ഹരി ഓം. രാമായണ മാസ പാരായണത്തിൻ്റെ 23-ാം ദിവസത്തിൽ നാം യുദ്ധകാന്ഡം പാരായണം ആരംഭിക്കുകയാണ്. ആദ്യ ഭാഗമെന്ന് പറയുന്നത് ശ്രീരാമാദികളുടെ നിശ്ചയമാണ്. വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ഹനുമാൻ നിർവഹിച്ച് തിരികെ എത്തിയിരിക്കുന്നത്. ആയതിൻ്റെ അഭിനന്ദനം, നന്ദി, കടപ്പാട് ഒക്കെ ഹനുമാനോട് ശ്രീരാമസ്വാമി രേഖപ്പെടുത്തുകയാണ്. ഭഗവാൻ പറയുന്നു, ദേവകളാലും അസാധ്യമായുള്ള ഒന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും ചിത്തേ നിരൂപിക്ക പോലും അശക്യമാമബ്ധി ശതയോജനായതമശ്രമം ലംഘിച്ച് രാക്ഷസവീരരെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ചത് വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്ന് നിർണയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്തയെ നിരൂപിക്ക പോലും അശക്യമാം. അശക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യം എന്നാണ് അർത്ഥം. നമ്മൾ മനസ്സിൽ പോലും ഈ സമുദ്രം 100 യോജന ദൂരം നമുക്ക് കടന്ന് ചെന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ശ്രമകരമായ ജോലി നിർവഹിച്ചു എന്ന് മാത്രമല്ല, അവിടെയുള്ള നഗരം മുഴുവൻ ചുട്ടുപൊട്ടിച്ചു, തീ വെച്ച് നശിപ്പിച്ച് അവിടെയുള്ള സൈന്യത്തിൻ്റെ 4/1 കൊന്നു മടങ്ങി വന്ന ഹനുമാൻ സ്വാമിയെ പോലെ ഒരു ഭൃത്യൻ എങ്ങും ഒരു നാളും ഒരുത്തർക്കുമില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. പിന്നെ ഭഗവാൻ പറയുന്നു, എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നത് കാരണം വാദാത്മജൻ പരിപാലിച്ചത് ദൃഢം. എന്നെ മാത്രമല്ല, എന്നെയും എൻ്റെ വംശത്തെയും, സൂര്യവംശത്തെ മുഴുവൻ, അതുകൂടാതെ ലക്ഷ്മണനെയും രക്ഷിച്ചു. മിത്രാത്മജൻ സുഗ്രീവന്, ഹനുമാന്റെ രാജാവായിട്ടുള്ള സുഗ്രീവന്റെ മാനവും കാത്തു. അങ്ങനെ മൈഥിലിയെ ഒന്ന് കണ്ടത് വന്നതുകൊണ്ട് തന്നെ ഇത്രയും വലിയ കാര്യമാണ് ചെയ്തത്. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ നക്രമകര ചക്രാതി പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് മുടുക്കി ഞാൻ ദേവിയെ എന്ന് കാണുന്നത് ദൈവമേ. ഭഗവാനാണെങ്കിലും മനുഷ്യജന്മമാണ്. മനുഷ്യൻ്റെതായ ആകുലതകളും വിഹ്വലതകളുമൊക്കെ ഉണ്ട്. ഹനുമാൻ പോയി തിരികെ വന്നു, ശരി തന്നെ. പക്ഷേ ഞാനും എൻ്റെ പടയോടും കൂടി അവിടെ ചെന്ന് രാവണനെ കുലത്തോടെ നശിപ്പിച്ച് ദേവിയെ തിരിച്ച് വീണ്ടെടുത്ത് എനിക്കെങ്ങനെ വരാൻ കഴിയുമെന്ന് ഭഗവാൻ തന്നെ ആകുലപ്പെടുന്നു. നക്രമകരചക്രാതി പരിപൂർണം എന്നാണ് പറയുന്നത്. അതിൽ നക്രം എന്ന് പറഞ്ഞാൽ മുതല ആദിയായിട്ടുള്ള ദുഷ്ട ജന്തുക്കളുള്ള സമുദ്രമാണ്. മകരം നിർദ്ദേശിക്കുന്ന മകരമത്സ്യമാണ്. ചക്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ചക്രവ്യൂഹം അല്ലെങ്കിൽ ഈ നീർച്ചുഴി എന്ന് പറയാം. അല്ലെങ്കിൽ ചക്രത്തിന് സമൂഹം എന്നൊരർത്ഥം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഈ മകരമത്സ്യങ്ങളുടെ കൂട്ടം എന്നും വ്യാഖ്യാനിക്കാം. എന്നാലും എനിക്ക് തോന്നുന്നത് മുതലകളും മകരമത്സ്യങ്ങളും നീർച്ചുഴികളുമൊക്കെ നിറഞ്ഞ ഈ സമുദ്രം ഞാൻ എങ്ങനെ കടക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഭാഷാർത്ഥം എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഭഗവാൻ ചിന്തിക്കുന്നു. അതോടൊപ്പം ചോദിക്കുന്നു, നീ ലങ്കയിൽ പോയി വന്നു, അപ്പോൾ ലങ്കാപുരത്തിങ്കിലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോട് അറിയിക്കുക നീ. കോട്ടമതില്, കിടങ്ങ് എന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. വചസ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട്. ഈ വാക്കുകൾ കൊണ്ട് ഒരു ചിത്രം പോലെ എന്നോട് പറഞ്ഞു തരണം നീ ലങ്കയിൽ കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്, മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന് അത്യുന്നതമതിൻ മൂർധനി ലങ്കാപുരം. വളരെ ഉന്നതമായ ത്രികൂട ആചലം എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിലാണ് ലങ്കാപുരം എന്ന് പറയുകയാണ്. ജീവനിൽ പേടിയില്ലാത്തവർക്ക് കനകവിമാനം പോലെ കാണാൻ കഴിയും. അത്ര അത്ഭുതമാണ്. 700 യോജന വിസ്താരമുള്ള നഗരത്തിൻ്റെ ചുറ്റും
പുതിയ കനകമതിലുണ്ട്. 4 ദിക്കിലും 7 നിലകളുള്ള അതിമനോഹരമായ ഗോപുരങ്ങൾ, അതിനകത്തായി 7 മതിലുകൾ. ആ 7 മതിലുകൾക്കും 4 ഗോപുരങ്ങൾ ഉൾപ്പെടെ ആകെ 28 ഗോപുരങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും ചുറ്റും ആഴമേറിയ കിടങ്ങുകളും യന്ത്രപ്പാലങ്ങൾ ഒക്കെ ഉണ്ട്. കിഴക്കേ ദിക്കിലെ ഗോപുരം കാക്കുന്നതിന് 10,000-ഉം തെക്കേ ദിക്കിലേതിന് പടിഞ്ഞാറേ ഗോപുരത്തിന് 10,00,000-ഉം വടക്കേ ഗോപുരത്തിന് 1 കോടിയും ശക്തരായ രാക്ഷസന്മാർ കാവലുണ്ട്. 4 ദിക്കിലും കാവൽ നിൽക്കുന്നവരുടെ പകുതി മധ്യഭാഗത്തുണ്ട്. അന്തഃപുരം കാവലിനും അത്രയും പേര് തന്നെയുണ്ട്. ഈ മന്ത്രിഗ്രഹത്തിൻ്റെയൊക്കെ പ്രധാന ഗ്രഹത്തിൻ്റെ ചുമതലക്കാരായിട്ട് അതിൻ്റെ 4 ഇരട്ടി ആളുകളുണ്ട്. ഭക്ഷണശാലയൊക്കെ സ്വർണ്ണ നിർമ്മിതമാണ്. നാടകശാലയും കുളിപ്പുരയും മദ്യശാലയും ഒക്കെ എല്ലാം വളരെ അലങ്കാരമായി, വളരെ അത്ഭുതമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു നഗരിയാണ് ലങ്ക എന്ന് ഹനുമാൻ പറയുകയാണ്. അവിടെയെല്ലാം ഞാൻ സീതാദേവിയെ തിരഞ്ഞു, അവിടെയെങ്ങും കണ്ടില്ല. ഒടുവിൽ എൻ്റെ പിതാവായ വായുഭഗവാന്റെ നിയോഗമനുസരിച്ച് മനോഹരമായ അശോകവനികയിൽ ഞാൻ ദേവിയെ കണ്ടെത്തി, വണങ്ങി. അങ്ങ് എൻ്റെ കയ്യിൽ തന്നുവിട്ടതായ അങ്കുലീയം നൽകി, പകരം ചൂടാരത്നവും വാങ്ങി, അടയാളവാക്യവും ഒക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് ഞാൻ ഒരു അവിവേകമാണ് കാണിച്ചത്, ക്ഷമിക്കണം. ഉദ്യാനമൊക്കെ അടിച്ചു തകർത്തു. കാവൽക്കാരായ രാക്ഷസന്മാരെയെല്ലാം നിമിഷനേരം കൊണ്ട് ഞാൻ കൊന്നു. തുടർന്ന് എന്നോട് യുദ്ധത്തിന് വന്ന രാവണപുത്രനായ അക്ഷകുമാരനെയും ഞാൻ വധിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലങ്കയിലുണ്ടായിരുന്ന സൈന്യത്തിൻ്റെ 4/1 ഞാൻ നശിപ്പിച്ചു. അങ്ങനൊരു അവിവേകം ഞാൻ ചെയ്തു. അനന്തരം എന്നെ അവർ ബ്രഹ്മാസ്ത്രബദ്ധനായി പിടിച്ചുകൊണ്ടുപോയി അവിടെ സഭയിൽ കൊണ്ടുചെന്നു. രാവണനെ കൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഉപദേശിച്ചു. കണ്ടപ്പോൾ ക്രുദ്ധനായ രാവണൻ ഇതൊന്നും വകവച്ചില്ല. എന്നെ വേഗം കൊല്ലാൻ ഒരുമ്പെട്ടു. എൻ്റെ വാലിൽ അഗ്നി കൊളുത്തി. ആ തീ കൊണ്ട് 200 യോജന വിസ്താരമുള്ള ലങ്കാനഗരം വളരെ വേഗം ഞാൻ ചുട്ടുകരിച്ചു. അതെല്ലാം അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. എനിക്ക് ലങ്കാനഗരം ചുട്ടുപൊട്ടിക്കുവാനും അവിടെയുള്ള 4/1 സൈന്യത്തെ നശിപ്പിക്കുവാനും കഴിഞ്ഞത് അങ്ങയുടെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനി ഒന്നുകൊണ്ടും വൈകുന്നത് നല്ലതല്ല. നമുക്ക് വേഗം യാത്ര പുറപ്പെടാം. കോപത്തോടെ യുദ്ധത്തിന് തയ്യാറായി വലിയ പരാക്രമത്തോടെ മഹത്തായ യുദ്ധയാത്ര നമുക്ക് ആരംഭിക്കാം എന്ന് ഹനുമാൻ സ്വാമി പറയുകയാണ്. അങ്ങനെ യുദ്ധകാണ്ഡത്തിലെ യുദ്ധയാത്ര എന്ന ഭാഗമാണ് ആരംഭിക്കുന്നത്. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം എന്നാണ് പറയുക. അഞ്ജനാനന്ദനൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ. സഞ്ജാത കൗതുകം സന്തോഷത്തോടുകൂടി, സംഭാവ്യ ബഹുമാനിച്ചിട്ട്, സാദരം ആദരവോടുകൂടി. അഞ്ജസ എന്ന് പറഞ്ഞാൽ പെട്ടെന്നെന്നാണ് അർത്ഥം. അങ്ങനെ കഞ്ചവിലോചനായ രാഘവൻ പറയുകയാണ്, ഇപ്പോൾ വിജയമുഹൂർത്തകാലം. ശരിയാണ്, ഹനുമാൻ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇപ്പോൾ വിജയമുഹൂർത്തമാണ്. സമയം നമുക്ക് അനുകൂലമാണ്. ബുദ്ധിയുള്ളവരെല്ലാ കാര്യങ്ങളും കാലദേശങ്ങളൊക്കെ നിരൂപിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ഇപ്പോൾ നമുക്ക് വിജയമുഹൂർത്തകാലം. പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുക വരും. വളരെ സന്തോഷത്തോടുകൂടി പുറപ്പെട്ടോളൂ, ഒരു ദോഷവും വരാനില്ല. നക്ഷത്രം ഉത്രം, അതും വിജയപ്രദം. നക്ഷത്രം ഉത്രമാണ്, നല്ലതാണ്. രക്ഷോജനക്ഷമാം മൂലം ഹതിപ്രദം. രക്ഷോജനങ്ങളുടെ നക്ഷത്രം, രാക്ഷസന്മാരുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. അതുകൊണ്ട് ഉത്രം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് വിജയപ്രദം തന്നെയാണ്. നമുക്ക് പുറപ്പെടാൻ. പോരാതെ എനിക്ക് ദേഹലക്ഷണവും നല്ലതാണ്. ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമേ. വലത് കണ്ണും വലത് ഭാഗവും തുടിക്കുന്നത് പുരുഷന്മാർക്ക് ശുഭസൂചകമാണ്. അപ്പം അതുകൊണ്ട് സേനാധിപനായ നീലനെ മുൻപാക്കിക്കൊണ്ട് നമ്മൾ യാത്ര ആരംഭിക്കുക എന്ന് പറഞ്ഞ് ഭഗവാൻ യുദ്ധ സന്നദ്ധനായി യാത്ര പുറപ്പെടുകയാണ്. ആ സമയത്ത് രാവണാദികൾ ലങ്കയിൽ
അതുവരെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും സഹോദരന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ആലോചന നടത്തുകയൊക്കെ ചെയ്യുകയാണ്. കുംഭകർണനെ വിളിച്ചു വരുത്തി വിഭീഷണനോടും പറഞ്ഞു. വിഭീഷണൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നീ ചെയ്യുന്നതൊന്നും നല്ലതിനല്ല, നിനക്ക് ഇതുകൊണ്ട് നന്മയൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നാശം കാംക്ഷിച്ചു കഴിയുന്ന രാവണൻ, ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന രാവണന് അത്തരത്തിലുള്ള ഹിതോക്തികളൊന്നും ഏൽക്കുകയില്ല. അപ്പം അതുകൊണ്ട് വിഭീഷണൻ മനസ്സിലായി, ഞാനിവിടെ നിന്നാൽ ഞാൻ ചന്ദ്രഹാസത്തിന് ഇരയായിത്തീരും, രാവണന്റെ വാളിന് ഇരയായിത്തീരുകയുള്ളൂ. അതിനു മുമ്പേ ഞാൻ എന്ത് ചെയ്യണം? അത് മാത്രമല്ല, രാവണൻ മാത്രമല്ല നശിക്കുക, അസുരവംശം മുഴുവൻ മുടിയാൻ പോവുകയാണ്. മംഗലാത്മാവായ വിഭീഷണന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ആശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി. ഞാൻ എൻ്റെ അസുരവംശത്തിൻ്റെ മുഴുവൻ നാശം വരും മുമ്പേ ഞാൻ ദാശരഥിയെ, ദശരഥപുത്രനായ ഭഗവാനെ ശരണം പ്രാപിക്കുവാനായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ലങ്കയിൽ നിന്ന് നിഷ്ക്രമിക്കുകയാണ്. ആ ഭാഗത്തോടുകൂടി 23-ാം ദിവസത്തെ പാരായണം അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തെ പാരായണ ഭാഗത്തിൻ്റെ വിശദീകരണവുമായി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഹരി ഓം.